പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മീൻ തേങ്ങ അരച്ചിട്ട് മാങ്ങയിട്ട് വെച്ചിട്ടുള്ള ഒരു അയലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകി വെച്ചത് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 5-6 ചെറിയ ഉള്ളിയും 5 പച്ചമുളകും കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 5-6 മിനിറ്റ് വഴറ്റി ഉള്ളി ഒന്ന് വാടി വന്നാൽ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കട്ട് ചെയ്ത് വെച്ച മാങ്ങയും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിതിലേക്ക് ഒരു ചെറിയ മാങ്ങ മുഴുവനായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ച മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 5-8 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീനിൻ്റെ കഷ്ണം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി സ്പൂൺ കൊണ്ട് ഇളക്കരുത്. അങ്ങനെ ചെയ്താൽ മീൻ കഷ്ണമെല്ലാം പൊടിഞ്ഞു പോകും. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും മാങ്ങയും മീനും ഒക്കെ വെന്ത് കറി ഒന്ന് തിക്കായിട്ട് വരും. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്താലും ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് കറി ഒന്നുകൂടി തിക്കായിട്ട് വരും. ഈ ഒരു ഫിഷ് കറി നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കരുത്. 1 മണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം നമ്മളിത് കഴിക്കാൻ. അപ്പോഴാണ് മീനിലൊക്കെ എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നല്ല ടേസ്റ്റിയായ തേങ്ങ അരച്ച് വെച്ച മാങ്ങയിട്ട അയലക്കറി റെഡി ആയിട്ടുണ്ട്. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.